ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂൺ മാസ ഫലമാണ്. അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. കന്നി രാശിക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം ഉള്ള സമയമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തൊഴിൽ സ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു. എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ ഉള്ള ഒരു സമയമാണ്. രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റമൊക്കെ വളരെ നല്ലതാണ് ഈ കന്നി രാശിക്കാർക്ക്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ടകശനിയൊക്കെ ആരംഭിച്ച സമയമാണ്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്ഥിരമായി യോഗ ചെയ്യുന്നതും പൊതുവെ അലസത ഒഴിവാക്കണം. തണുപ്പുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങളും കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളും ഒക്കെ ഒഴിവാക്കണം. ചൂടോടുകൂടിയ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. പ്രത്യേകിച്ച് പ്രായമായവരും കൊച്ചുകുട്ടികളുമൊക്കെയാണ് കൂടുതൽ അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്ന കാലം. ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ പൂർണ്ണമായ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ധനസ്ഥാനാധിപന്റെയും ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ശുക്രൻ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ജൂൺ മാസത്തിൽ. അപ്പോൾ ശുക്രനെ കൊണ്ട് ഈ കന്നി രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ വന്നു ചേരാൻ പോകും. ശുക്രസ്ഥിത രാശി അത്ര തൃപ്തികരമല്ല. അതായത് രാശിയുടെ അഷ്ടമഭാവത്തിലാണല്ലോ നിൽക്കുന്നത്. ആയതിനാൽ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ധനം അത് പാഴായി പോകാതെ വളരെ ശ്രദ്ധിക്കണം. കൊള്ളുകേലാത്ത കാര്യത്തിനോ കൊള്ളുകേലാത്ത സാധനങ്ങളും ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ പണം നഷ്ടപ്പെട്ടു പോവുക അതിന് തുല്യമാണല്ലോ. അതായത് ഒരു ഭൂമി വാങ്ങിക്കുമ്പോഴായാലും ഉത്തമ ഭൂമി, മധ്യമം, അധമം എന്നൊക്കെയുണ്ട്. ഉത്തമ ഭൂമി വാങ്ങുന്നതിനും ഗൃഹം വാങ്ങുന്നതായാലും അങ്ങനെ തന്നെ വേണം. അതുപോലെ തന്നെയാണല്ലോ വാഹനങ്ങളോ മറ്റ് മിഷനറികളോ ഗൃഹോപകരണങ്ങളോ ഒക്കെ ഒരാവശ്യവുമില്ലാത്ത ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ അത് കൊള്ളുകേലാത്തത്, ഡാമേജ് ആയി പോകുന്നതൊക്കെ വാങ്ങിക്കാതെ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. കൂടാതെ വാഹനം വാങ്ങുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെയാണ് വാങ്ങുന്നത് എങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടാതെ ധനം നഷ്ടപ്പെടുന്നതിന് സൂചനയുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഉള്ളത്. ഞാൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം. വന്നു ചേരുക തന്നെ ചെയ്യും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. അത് വലിയ കടങ്ങളൊക്കെ ഉള്ളവർക്ക് കടങ്ങൾ വീടുന്നതിനുള്ള സൂചനയാണ്. അത് സ്വന്തം നാട് വിട്ട് വിദേശ ധനം വന്ന് ചേർന്നിട്ടും കടം വീടുന്നതിന് യോഗമുണ്ട്. അങ്ങനെ ഒരു ചാൻസുമുണ്ട്. ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹായിക്കുകയോ, അതായത് സ്വന്തം നാട് വിട്ടുള്ളവർ വന്ന് സഹായിച്ച് ഒക്കെ ലഭിക്കുന്നതിനോ, പിന്നെ പിതൃ വഴിയുള്ള സമ്പത്ത് വന്ന് അത് മൂലം ധനം വന്നു ചേരുക. പിതൃ സമ്പത്ത് വിറ്റിട്ടോ അല്ലാതെയോ ഒക്കെ, അല്ലെങ്കിൽ ആദായം വന്നു ചേരുക. ഇപ്പം ഒരു 2 വീട് അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു, അതിന്റെ വാടക ഇനത്തിൽ അധിക വരുമാനം വന്നു ചേരുക. അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട് മുതിർന്ന സന്താനങ്ങൾക്ക് ജോലി കിട്ടി. അങ്ങനെയൊക്കെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുവാനായിട്ട് ഈ ഉത്തരത്തിന്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഉയർന്ന ഭാഗ്യാവസ്ഥകളുമുണ്ട്. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അഭിവൃദ്ധികളും ഒക്കെ വന്നു ചേരും. പരസ്പര സഹായം ചെയ്യുന്നതിന് യോഗമുണ്ട്. ഗൃഹസംബന്ധമായിട്ട് ഏറ്റവും ഉത്തമ സമയമാണ്. മാതാപിതാക്കൾക്ക് നല്ലതാണ്. ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് ഐശ്വര്യം വന്നു ചേരും. വാഹന സംബന്ധമായിട്ട് നല്ലതാണ്. ഗൃഹസംബന്ധമായിട്ട് നല്ലതാണ്. സ്നേഹവും സന്തോഷത്തോടും കൂടി ജൂൺ മാസത്തിൽ കുടുംബത്തെ സന്തോഷകരമായി ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് വിദ്യാ വിജയങ്ങൾ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക്
വിദ്യാ വിജയങ്ങൾ വന്നു ചേരുക. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും യോഗം. കടങ്ങളൊക്കെ പൊതുവെ ഒതുങ്ങി വരിക തന്നെ ചെയ്യും. നിയമപരമായ പ്രശ്നങ്ങളുമൊക്കെ മാറുന്നതിനും സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ചില കാര്യങ്ങൾ കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും പരസ്പര വിട്ടുവീഴ്ചയും ക്ഷമയും ഒക്കെ ഉണ്ടാകുന്നതിനും അത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. തൊഴിൽ പുരോഗതികൾ വന്നിച്ചേരും. എന്നിരുന്നാലും അധിക കടങ്ങൾ വാങ്ങി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾക്ക് ധനം കടം വാങ്ങി മുടക്കുന്നതും ഒക്കെ അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമല്ല. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ സൂചകമാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കോ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും മറ്റ് ഗവൺമെന്റ് ജീവനക്കാർക്കും ഒക്കെ പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ ഒരു മാസമാണ്. സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതാണ്. കൂടാതെ എല്ലാ മാസവും ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നതും ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ഒക്കെ കണ്ടകശനിയിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ഏറ്റവും അനുകൂലമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.